CPM വനിതാ നേതാവ് KJ ഷൈനെതിരെയുള്ള സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതുപോലുള്ള ഏത് കേസുണ്ടായാലും തന്റെ നെഞ്ചത്തോട്ട് കേറുന്നത് എന്തിനാണ്? ആര് എവിടെ ഇങ്ങനത്തെ കേസുണ്ടായാലും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കാണ് മാർച്ച്. ഞാൻ എന്തു ചെയ്തിട്ടാണ്? ഇത് എങ്ങനെയാണ് ആദ്യം പുറത്തു വന്നതെന്ന് CPM അന്വേഷിക്കട്ടെ. ഇത്തരമൊരു പ്രചരണം എങ്ങനെ പുറത്തായി എന്നത് CPM തന്നെ അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ സതീശൻ KN ഉണ്ണികൃഷ്ണൻ MLAയുടെ പ്രസ്താവനയുടെ വരികളിൽ ഇക്കാര്യങ്ങളുണ്ടെന്നും പറഞ്ഞു. തന്നെയും K ഉണ്ണികൃഷ്ണൻ MLAയും ചേർത്ത് വച്ചുള്ള പ്രചരണത്തിന് പിന്നിൽ UDFും കോൺഗ്രസും തന്നെയാണെന്ന് KJ ഷൈൻ ആരോപിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയാതെ ഇത്തരമൊരു പ്രചരണം നടക്കില്ലെന്നും അവർ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിനാണ് VD സതീശൻ മറുപടി പറഞ്ഞത്. ഈ ഒരു വിഷയം കോൺഗ്രസ് ഹാൻഡിലുകളിലൊക്കെ തന്നെ ഉണ്ടാകുമെന്നത് തള്ളിക്കളയുന്നില്ല. കഴിഞ്ഞ ഒരു മാസമായിട്ട് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ CPM ഹാൻഡിലുകളിൽ നിന്നും ഇത്തരം പ്രചരണങ്ങൾ CPM ഹാൻഡിലുകൾ നടത്തിയപ്പോൾ ഈ മാന്യതയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അന്നൊന്നും മനുഷ്യാവകാശ സംരക്ഷണം, സ്ത്രീ സംരക്ഷണം തുടങ്ങിയ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് വ്യാപകമായിട്ടാണ് അവർ പ്രചരണം നടത്തിയത്. ആരായാലും ഇത്തരം പ്രചരണങ്ങളെ താൻ ന്യായീകരിക്കുന്നില്ല. അങ്ങനെ ചെയ്യരുതെന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞയാളാണ്. കോൺഗ്രസ് അനുഭാവികളോട് പോലും അത്തരത്തിൽ പെരുമാറരുതെന്ന് പറഞ്ഞയാളാണ് താൻ. സ്ത്രീ സംരക്ഷണത്തിന് മുഖ്യ പരിഗണന കൊടുക്കുന്നു എന്നതുകൊണ്ടാണ് ഞങ്ങളുടെ മുന്നിൽ ഇത്തരമൊരു വിഷയം വന്നപ്പോൾ കോൺഗ്രസ് നടപടിയെടുത്തത്. അക്കാര്യം KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പറവൂരിലെ വിഷയം എങ്ങനെയാണ് പുറത്തു പോയതെന്ന് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയിൽ വരികൾക്കിടയിലുണ്ട്. കോൺഗ്രസ് ആസൂത്രിതമായിട്ടല്ല ഇത് നടത്തിയതെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. എങ്ങനെയാണ് പുറത്തു പോയതെന്ന് CPM അന്വേഷിക്കുന്നതാണ് നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് വാർത്ത ആദ്യം വന്നത്? ഇക്കാര്യം മാധ്യമങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ വാർത്ത കോൺഗ്രസുകാരും കൊടുക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ഒരു മാസമായി നിലനിൽക്കുന്ന കോൺഗ്രസ് CPM സംഘർഷത്തിന്റെ ഭാഗമായി ചിലർ ചെയ്യുന്നുണ്ടാകാം. അതൊന്നും തന്റെ തലയിൽ വെക്കേണ്ട. ഏതു പ്രശ്നത്തിനും തന്റെ വീട്ടിലേക്ക് കാളയായിട്ട് പ്രകടനം, കോഴിയായിട്ട് പ്രകടനം. ഇത് ഞാൻ എന്തു ചെയ്തിട്ടാണ്? ഞാനാണോ കേസിലെ പ്രതിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ഇത് എങ്ങനെയാണ് പുറത്തു പോയതെന്ന് KN ഉണ്ണികൃഷ്ണന്റെ പ്രസ്താവനയുടെ വരികളിലുണ്ട്. കോൺഗ്രസ് ആസൂത്രിതമല്ല ഇത് നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ടിപ്പോൾ അദ്ദേഹത്തെ വേട്ടയാടുകയാണ്. എങ്ങനെയാണ് വാർത്ത പുറത്തു പോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്, സതീശൻ കൂട്ടിച്ചേർത്തു. നിയമസഭയ്ക്ക് മുന്നിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. അയ്യപ്പ സംഗമത്തിന്റെ ബോർഡിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വാസവനുമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്നും അയ്യപ്പനില്ലെന്നും സതീശൻ പരിഹസിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ബോർഡിൽ അയ്യപ്പനുമില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമില്ല. പിണറായി വിജയനും വാസവനും മാത്രമാണ് ബോർഡിലുള്ളത്. ദേവസ്വം ബോർഡാണ് പരിപാടി നടത്തുന്നതെന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഫുഡ് കമ്മിറ്റി അധ്യക്ഷനായാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകം ജനങ്ങളെല്ലാം തിരിച്ചറിയും. ശബരിമല അയ്യപ്പന്റെ സ്വർണം അടിച്ചുമാറ്റിയത് വിശദീകരിക്കാതെ അയ്യപ്പ സംഗമത്തിന് പോകരുതെന്നാണ് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, സതീശൻ പറഞ്ഞു.